ഒന്നുകൂടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ 1% ആയിട്ടുണ്ട്. ഇത് ഒന്നും ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ അര എന്ന് പറയാം. എത്ര ഐറ്റം? 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 ഒപ്പം എടുക്കും 16 ഐറ്റം. ഇന്ന് വേറെ ഇതൊരു ഒന്നായിട്ടില്ല. സത്യമായിട്ടില്ല. കാരണം നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഈ ടാബിൾ മൊത്തം നമുക്ക് ഒരാൾക്കുള്ള നമുക്ക് തരും. ഒരാൾക്ക് ഈ ടാബിൾ മൊത്തം ഉണ്ടാവും. ആ മുന്നിൽ പോണ വണ്ടിൻ്റെ മുമ്പിലിരിക്കുന്ന ആളാണ് ജാസർ. ഇവിടെ ആന്ധ്രോത്ത് ദ്വീപിൽ ഇലക്ട്രീഷ്യനാണ്. നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറുമാണ്. പുള്ളിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സൽക്കാരം. പോയി നോക്കാം എന്തൊക്കെയാണ് വിഭവങ്ങൾ. നമ്മളിവിടെ വന്നു തന്നെ യാസീൻ്റെ വീട്ടിൽ സൽക്കാരമായിരുന്നു. ഇന്ന് ഉച്ചക്ക് ഇന്ന് വൈകുന്നേരം ഒരു ചായ സൽക്കാരം വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിത്തെ ഭക്ഷണം ഇങ്ങേരുടെ വീട്ടിൽ നിന്നാ. അങ്ങനെ മൂപ്പര പുരയിലെത്തി. ഇനി നമുക്ക് മെല്ലെ പരിപാടിക്ക് കിടക്കാം. വിഭവങ്ങൾ അങ്ങനെ മേശമേൽ നിരന്ന് കിടക്കുക. ഇത് കഴിച്ചിട്ടുണ്ട്. ഇതും പുതിയതാ. ഇത് മറ്റേ ബട്ടലിയപ്പോ. ഇതിന്റെ ചെറിയ ഐറ്റം മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെന്താ സാധനം? മുട്ടക്കൂസ്. ദ്വീപുകാരുടെ ആതിഥ്യ മര്യാദ തുടങ്ങുന്നത് ഈ പലഹാരത്തിൽ നിന്നാണ്. നമുക്കത് തന്നെ തുടങ്ങാം. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? കായട. പഴവും കെലാഞ്ചി എന്ന് പറഞ്ഞ ഐറ്റം ഈ ബീഫും കൂട്ടുന്ന തട്ടാന്ന് വിചാരിച്ചു. ഇത് മധുരമുള്ളൊരു തരം ചാറ് വെച്ചിട്ടാണ് ശരിക്കും കഴിക്കേണ്ടത്. ഓരോ ഐറ്റം കഴിച്ചു തീർക്കുമ്പോഴും പുതിയ പുതിയ വിഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറോട്ടി. ഇതൊരു നൈസ് ഐറ്റമാണ് ഒറോട്ടി. എന്താ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാ. നല്ല ചാറ് വെച്ച് കഴിക്കാൻ എമ്മാതിരി രസമാണെന്നറിയോ. അതിൻ്റെ ശേഷം കുറച്ച് നെയ്ച്ചോറ് കഴിച്ചു. പിന്നെ അതിനുശേഷം കട്ടൻ ചായ വന്നു. ആൻഡ് ഫൈനലി ഈ മുട്ടക്കൂസ് എന്ന് പറഞ്ഞ ഐറ്റം അതും ഒന്ന് ട്രൈ ചെയ്തു. പിന്നാലെ ഫ്രൂട്ട്സ്. വയറ് നിറഞ്ഞു. അങ്ങനെ ഭീകര ഫുഡ് അതും കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.